രാജ്യത്തെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണം, അതിനുശേഷമുള്ള അന്വേഷണങ്ങൾ, ഈ ഭീകരരായ 3 പേരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിടുന്നത് ഏറെ പ്രധാനമാണ്. അവരെ വളരെ വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സൈന്യം അവിടെ സജീവമായി തന്നെ രംഗത്തുണ്ട്. എത്രയും വേഗം ഭീകരരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വനത്തിനുള്ളിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് നിന്ന് ന്യൂസ് 18 JKLH ചാനൽ പ്രതിനിധി ഇഷാൻ വാനി തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. A massive anti-terror operation is currently underway. I'll show you behind me CRPF men who are combat ready have been deployed in the jungles of Pahalgam to track down these attackers. And this is place in Baisaran where this attack unfolded. And now with heavy equipments they have come here, and we have been told that an NIA team is also present on the ground. They are looking for any suspects and also taking vital clues and leads. Multiple teams of the security force are on the ground. We are told that Amit Shah will shortly be also visiting this place, try to get a first-hand account of how the situation is, how the things look like. But forces have been deployed in numbers. A difficult trek. It took us several hours. It was sweaty to even come here, and one could just imagine what the tragedy for those who were stranded here, who were stuck here, who were injured. How difficult was it to bring them down, and took a long time to reach here in Baisaran. And on my right-hand side is the area where this carnage yesterday unfolded. But this is the jungle. Look at the dense and silence of the jungle. When no one speaks, this is how it looks like. Very scary to even come here. But there, yes, there's a massive operation that is underway. You see, there are thick pine trees which cover the entire area. സഹിത്ത് ഈ 3 ഭീകരരുടെ ദൃശ്യങ്ങൾ, അത് രേഖാചിത്രങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതനുസരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് അവരിലേക്ക് വളരെ വേഗം എത്തുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ വിപുലമായ തെരച്ചിലാണ് നടക്കുന്നത്. വനമേഖലകൾ കേന്ദ്രീകരിച്ച് പ്രദേശവാസികളിൽ നിന്ന് വിവരം തിരക്കിയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പക്ഷേ ഈ ഏറ്റുമുട്ടൽ നടന്നിട്ട്, ഈ വെടിവെപ്പ് നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇതുവരെയും അവരെ പൂർണ്ണമായും അവരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ വിപുലമായ സംഘം ഇറങ്ങിയുള്ള തെരച്ചിൽ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇവരുടെ സ്കെച്ചസ് പുറത്തുവിട്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഇവർ വനമേഖലകൾക്കപ്പുറം ആളുകൾക്കിടയിൽ തന്നെ ഒളിച്ചിരിക്കാനുള്ള സാധ്യത സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാവാം ഇവരുടെ സ്കെച്ചസ് പുറത്തുവിട്ടുകൊണ്ട് അത്തരമൊരു നീക്കത്തിന് കൂടി തയ്യാറാവുന്നത്. നമുക്കറിയാം, പലപ്പോഴും അവിടെ ഈ സിദ്ദിഖ് MLA ടെലിഫോൺ ലൈനുണ്ട്. സിദ്ദിഖ്, താങ്കൾ അവിടെ ഉണ്ട്, കശ്മീരിലുണ്ട് അല്ലേ? ഇപ്പൊ ശ്രീനഗറിലുണ്ട്. ഞങ്ങള് സെൻട്രൽ പോലീസ് കൺട്രോൾ റൂമില് ഞങ്ങളുടെ കാലത്ത് പോയി ഹോസ്പിറ്റലിൽ നിന്ന് ആ ബോഡി കൺട്രോൾ റൂമിലേക്ക് അവിടേക്ക് കൊണ്ടുവന്ന് അവിടെ പൊതുദർശനത്തിന് വെച്ചു. അവിടെ അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പിന്നെ അതുപോലെ ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം ഭൗതിക ശരീരങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ക്രമീകരണം ആക്കിയിട്ടുണ്ട്. മലയാളിയായ രാമചന്ദ്രന്റെ ബോഡി കാലത്ത് ഇവിടെ നിന്ന് ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തിയാക്കി പോയി കഴിഞ്ഞു. കുടുംബം നേരത്തെ ശ്രീനഗർ എയർപോർട്ടിലേക്ക് എത്തി. മകൾ